റിപ്പോർട്ട് ബ്രേക്കിംഗ്. DGP യോഗേഷ് ഗുപ്തയ്ക്കെതിരെ ചട്ടവിരുദ്ധമായ നടപടിയെടുത്ത് സംസ്ഥാന സർക്കാർ. ഒരു പദവിയിൽ 2 വർഷമെങ്കിലും സേവനം നൽകണമെന്ന അഖിലേന്ത്യാ സർവീസ് ചട്ടം ലംഘിച്ചു. നടപടിയുടെ ഭാഗമായി 4 മാസത്തിനുള്ളിൽ 2ഉം 4 വർഷത്തിനുള്ളിൽ 8ഉം സ്ഥലം മാറ്റങ്ങൾ നൽകി. ഹരി മോഹൻ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, ഗുഡ് മോർണിംഗ് ഹരി. വൺസ് അഗെയിൻ, യോഗേഷ് ഗുപ്തയ്ക്ക് നല്ല പണിയാണോ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അതും ചട്ടലംഘന നടത്തിപ്പോലും പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണോ സർക്കാർ? എന്താണ് സംഭവിക്കുന്നത് ഹരി? അരുൺ, സമീപകാലത്ത് ഒരു IPS ഉദ്യോഗസ്ഥന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പണിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ഈ കഴിഞ്ഞ ദിവസത്തെ ട്രാൻസ്ഫർ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാൻ സാധിക്കുക. DGP യോഗേഷ് ഗുപ്ത, അതായത് DGP റാങ്കിലുള്ള ഫയർഫോഴ്സ് മേധാവിയായിരുന്ന യോഗേഷ് ഗുപ്തയെ കഴിഞ്ഞ ദിവസമാണ് റോഡ് സേഫ്റ്റി കമ്മീഷണറായി സ്ഥലം മാറ്റിയത്. ഇതോടുകൂടി 4 മാസത്തിനിടയിൽ 2ാമത്തെ ട്രാൻസ്ഫറാണ് വരുന്നത്. ഈ വർഷം തന്നെ 3 ട്രാൻസ്ഫറുകളായി, ഒപ്പം 4 വർഷത്തിനുള്ളിൽ 8 ട്രാൻസ്ഫറായി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ സാധാരണഗതിയിൽ അഖിലേന്ത്യാ സർവീസ് ചട്ടപ്രകാരം ഒരു IPS ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, IPS, IAS, IFS അടക്കമുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു പദവിയിൽ 2 വർഷമെങ്കിലും ഇരുന്നതിന് ശേഷം മാത്രമേ അവർക്ക് സ്ഥലം മാറ്റം നൽകാൻ പാടുള്ളൂ എന്നുള്ള ചട്ടം ലംഘിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ്. രാഷ്ട്രീയ ഇടപെടൽ തടയാൻ വേണ്ടി തന്നെയാണ് 2014 ഇത്തരത്തിലൊരു ഭേദഗതി വരുത്തിക്കൊണ്ട് അഖിലേന്ത്യാ സർവീസ് ചട്ടം പുനരാവിഷ്കരിച്ചത്. പക്ഷേ എന്നിട്ട് പോലും ആ ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ യോഗേഷ് ഗുപ്തയ്ക്കെതിരെ ഈ പ്രതികാര നടപടി എടുക്കുന്നത്. അവിടെ ഈ പ്രതികാര നടപടി എന്താണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രതികാര നടപടി എന്ന് നമ്മൾ പറയുന്നത് എന്നുള്ള ചോദ്യം അവിടെ സ്വാഭാവികമായിട്ട് വരും. അതാണ് ഈ വിജിലൻസ് കമ്മീഷണർ ആയിരിക്കെ, വിജിലൻസ് ഡയറക്ടർ ആയിരിക്കെ യോഗേഷ് ഗുപ്ത എടുത്ത ചില നടപടികൾ സർക്കാരിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CPM നേതാവ്, കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള PP ദിവ്യയുമായി ബന്ധപ്പെട്ട ബിനാമി സ്വത്തുക്കളുടെ കേസ്, ആ കേസും ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ട വിജിലൻസ് ഡയറക്ടറാണ് യോഗേഷ് ഗുപ്ത എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മറ്റൊന്ന്, ടൂറിസം വകുപ്പിലെ ചില പ്രോജക്റ്റുകളിൽ, പദ്ധതികളിൽ സർക്കാരിന്റെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ സർക്കാരുമായി കൂടിയാലോചിക്കാതെ അന്വേഷണത്തിന് ഉത്തരവിട്ടതാണ് മറ്റൊരു പിഴവായി അല്ലെങ്കിൽ മറ്റൊരു തെറ്റായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. മൂന്നാമത്തേതെന്ന് പറയുന്നത് KM എബ്രഹാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഒരു CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. പക്ഷേ ആ CBI അന്വേഷണത്തിന് ഒരു ഫയൽ കൈമാറുമ്പോൾ സാധാരണ സർക്കാരിനോട് വിധേയപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ സർക്കാരിന്റെ അനുമതി തേടിക്കൊണ്ടാണ് അത്തരത്തിൽ ഫയലുകൾ CBIക്ക് കൈമാറുക. ഇവിടെ യോഗേഷ് ഗുപ്ത സർക്കാരുമായി കൂടിയാലോചിച്ചില്ല എന്ന് മാത്രമല്ല, ആ ഫയലുകൾ സ്വന്തം ഇഷ്ടപ്രകാരം CBIക്ക് നൽകി എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് പ്രധാനമായിട്ടും ഈ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന കാര്യം. അങ്ങനെ ഇത്തരത്തിൽ 3-4 കാര്യങ്ങൾ സർക്കാരിന് യോഗേഷ് ഗുപ്തയോട് അതൃപ്തി വരാനുള്ള കാരണങ്ങളായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നിരന്തരം ട്രാൻസ്ഫറുകൾ ഇത്തരത്തിൽ വരികയും ചെയ്തത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം B. അശോക് IASന് 9 മാസത്തിനുള്ളിൽ 3 ട്രാൻസ്ഫറുകൾ വരികയും അദ്ദേഹം അത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ 3 എണ്ണത്തിനും CH നിന്ന് സ്റ്റേ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് യോഗേഷ് ഗുപ്ത കടക്കുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. താങ്ക് യു ഹരി മോഹൻ. പണികൾ ഇങ്ങനെ നൈസായിട്ട് വരുന്നുണ്ട് കേട്ടാ.